സ്ത്രീകളുടെ ശബരിമലയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി വനിതാ മതിൽ നടത്തിയപ്പോഴും ഈ തന്ത്രി സമൂഹത്തിന് പറയാമായിരുന്നു, ഈ ദേവസ്വം ബോർഡിന് പറയാമായിരുന്നു ഈ ശബരിമലയിലെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും അർത്ഥം എന്താണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ശാസ്ത്ര രഹസ്യം. പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് സ്ത്രീജനങ്ങളെ ശബരിമലയിലേക്ക് ആചാര ലംഘനത്തിൻ്റെ ഭാഗമായിട്ട് കയറ്റിക്കൊണ്ടുവരുമ്പോൾ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ വാവിട്ട് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ തന്ത്രിയോ ദേവസ്വം ബോർഡിലെ അധികാരികളോ വാ തുറക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ശബരിമലയിൽ നടക്കുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഇവർ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ഭക്തജനങ്ങളോട് ദേവസ്വം ബോർഡിൻ്റെ ഒരു കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്താണെന്നറിയോ? പനിനീര് കൊണ്ടുവരാൻ പാടില്ല. രോഗത്തെ മഞ്ഞളിക്കുന്ന മഞ്ഞൾ പ്രസാദം അവർക്ക് വേണ്ട. രോഗത്തെ ഭസ്മമാക്കുന്ന ഭസ്മത്തെയും കൊണ്ടുവരണ്ട. 41 വ്രതത്തിൻ്റെ പരിശുദ്ധിയുടെ ഔഷധമായിരിക്കുന്ന കർപ്പൂരം കൊണ്ടുവരണ്ട. അത് അവിടെ പാടില്ല. ഇതൊന്നും ഇരുമുടിക്കെട്ടിലല്ല, ഒരു കെട്ടിലും കൊണ്ടുവരണ്ട. അതിന് തന്ത്രിയുടെയും ശുപാർശയുണ്ടായിരുന്നു. ഇതൊന്നും ശബരിമലയിൽ കയറ്റരുത്. ശബരിമലയിൽ പിന്നെ എന്താണ് ഇരുമുടിക്കെട്ടിൽ വേണ്ടതെന്ന് ഇവർ പറഞ്ഞത്? പൊന്നും പണവും മാത്രം അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോൾ നെയ്മുദ്ര തന്നെ വിലക്കും. എത്രയോ കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് വ്രതം നോറ്റ്. എത്ര വല്ലായികയിലും ഇല്ലായികയിലും ആ മല കയറി വരുന്ന ആ കയറ്റം, ആ ത്യാഗത്തിൻ്റെ മണ്ഡലകാലം, ആ ഒരുക്കം, ആ വ്രതം, ആ നിഷ്ഠ, ആ മണ്ഡലകാലത്തിൻ്റെ പവിത്രമായ വ്രതശുദ്ധിയെ നോറ്റുകൊണ്ട് നടന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലോ എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. എത്ര മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് മഞ്ഞും മഴയും എല്ലാം നനഞ്ഞ് വെയിൽ കൊണ്ട് അവശരായിട്ട് എത്രയോ ത്യാഗം സഹിച്ചിട്ടാണ് ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ശബരിമലയിൽ ആചാരലംഘനം നടത്താനായിട്ട് സ്ത്രീകളെ സർക്കാർ തള്ളിക്കയറ്റി കൊണ്ടുവരുമ്പോൾ, പോലീസ് അകമ്പടിയോട് കൊണ്ടുവരുമ്പോൾ ഈ തന്ത്രിയോ ദേവസ്വം ബോർഡോ മന്ത്രിയോ ഒന്നും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് അരുത് എന്ന് പറഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ഭക്തജനങ്ങളെയാണ് കേസിൽപ്പെടുത്തിയത്. അതിൽ പലരും നിരപരാധികളാണ്. എത്ര പേരുടെ ജീവിതങ്ങളാണ് ആ കേസും കൂട്ടവുമായിട്ട് നശിച്ചു പോയത്? എത്ര പേരാണ് അതിൻ്റെ പേരിൽ ഇപ്പോഴും നരകയാതന അനുഭവിക്കുന്നത്? ഈ ഭക്തജനങ്ങളുടെ വരുമാനം വാങ്ങിച്ച് ജീവിക്കുന്ന ഈ തന്ത്രിയോ ഈ ദേവസ്വം ബോർഡോ ഈ മന്ത്രിയോ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ കേസുകൾ പിൻവലിക്കാൻ? അങ്ങനെ ഒരു അഭ്യർത്ഥന എവിടെയെങ്കിലും ഇവർ നടത്തിയിട്ടുണ്ടോ? ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അറിവ് ഭക്തജനങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്നത് ചാത്തനാണോ ചെകുത്താനാണോ ശാസ്താവാണോ എന്തെങ്കിലും ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടോ? ശബരൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശബരി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വിഷ്ണു ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? വിഷ്ണുവിൻ്റെ മായാമുഖിനി ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? കൂളിവാക ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? കരിനീലി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശബരി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീരെ താല്പര്യമില്ല. ദേവസ്വം ബോർഡിനും തന്ത്രിക്കും മന്ത്രിക്കും ഒക്കെ എന്തിലാണ് കാര്യം? ഈ കുമിഞ്ഞു കൂടുന്ന സ്വത്തിലാണ് കാര്യം. അവിടെ വരുന്ന ഭക്തരുടെ സുഖങ്ങളെക്കുറിച്ചോ അവരുടെ സൗകര്യങ്ങളെക്കുറിച്ചോ അവർക്ക് കൊടുക്കേണ്ട അറിവുകളെക്കുറിച്ചോ ഒന്നുമല്ല ഇവരുടെ ചിന്ത. പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ്, ഇത്രയും വലിയ ക്ഷേത്ര സങ്കേതത്തെ, ഈ പഞ്ചദ്രാവിഡ ദേശങ്ങളുടെ പീഠമായിട്ടുള്ള ശബരി പീഠത്തെ ഇവർ വെറും അപ്പ കമ്പനി നടത്തുന്ന അതേ ലാഘവത്തിൽ കൊണ്ടുപോവുകയാണ്. കന്നുകാലികളെ അടിച്ചു മേച്ചുകൊണ്ടു പോകുന്ന അറവശാലയിലേക്ക് കൊണ്ടുപോകുന്ന അതേ രീതിയിലാണ് ഭക്തജനങ്ങളെ ഈ പൈസ ഇടിയിക്കാൻ വേണ്ടിയിട്ട്, ഈ അപ്പം മേടിക്കാൻ വേണ്ടിയിട്ട്, അരവണ മേടിക്കാൻ വേണ്ടിയിട്ടും ഇവർ കൊണ്ടുപോകുന്നത്. ഇവിടെയുള്ള പല ആചാര്യന്മാരും ശബരിമലയെക്കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ, അവിടുത്തെ ശാസ്ത്ര ചിന്തകളെ വൈകല്യപ്പെടുത്തുമ്പോൾ, അവിടെ ചാത്തനാണ് ചെകുത്താനാണ് കുട്ടിച്ചാത്തനാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ തന്ത്രി ഇന്ന് വരെ വാ തുറക്കുന്നതായിട്ടോ ഇവിടുത്തെ ദേവസ്വം ബോർഡ് അതിനൊരു ആൻസർ നൽകുന്നതായിട്ടോ ഇവിടെ ദേവസ്വം മന്ത്രി അതിനെതിരെ ഒരു പ്രസ്താവന നടത്തുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മശാസ്ത്രം ഏതാണ്? അത് ശ്രീധർമ്മശാസ്ത്രമാണ്. സർവ്വദേവസങ്കല്പങ്ങളും എന്താണെന്ന് അറിയുന്നത് ശ്രീധർമ്മശാസ്ത്രത്തിൽ നിന്നാണ്. ആ ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ ശബരിമലയിലാണ്. ആ ശബരിമലയിലെ ആ ദേവപ്രതിഷ്ഠയുടെ താഴെയാണ് ഇത്രയും വലിയ കൊള്ള നടക്കുന്നത്. ആ പരമസത്യമായിരിക്കുന്ന പൊന്നു 18-ാം പടിയുടെ മേലെയാണ് 18 അടവും പയറ്റുന്ന ഈ പകൽക്കൊള്ള, ഈ കാട്ടുകൊള്ള, ഈ കൊടും വഞ്ചന. ആ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഒരു രീതിയിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇതിൽ എല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട്. അവിടെ നടക്കുന്ന അഴിമതികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരട്ടെ. കാരണം എന്താണ്?
അത് പരമസത്യമായിരിക്കുന്ന അറിവിൻ്റെ പീഠമാണ്. അറിവാണ് ശ്രീധർമ്മശാസ്ത്രം. ആ അറിവിൻ്റെ പീഠത്തിൽ എന്ത് അറിവില്ലായ്മ ചെയ്താലും അതെല്ലാം ശിക്ഷാർഹമാണ്.